രഞ്ജിത്ത് ശ്രീനിവാസൻ കൊല്ലപ്പെട്ട് 2 വർഷത്തിന് ശേഷമാണ് കേസിൽ വിധി വരുന്നത്. കൊലപ്പെടുത്തേണ്ടവരുടെ ലിസ്റ്റ് തയ്യാറാക്കി അതിൽ ഉൾപ്പെട്ടവരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് മൃഗീയമായി കൊലപ്പെടുത്തുക എന്ന രീതിയായിരുന്നു രഞ്ജിത്ത് വധക്കേസിൽ കൊലയാളികളുടേത്. കേസിന്റെ നാൾ വഴികൾ കൂടി നോക്കാം. 2021 ഡിസംബർ 19 പുലർച്ചെ ആലപ്പുഴ വെള്ളക്കിണറുള്ള വീട്ടിൽ അതിക്രമിച്ചു കയറിയ SDPI PFI ഭീകരർ രഞ്ജിത്ത് ശ്രീനിവാസനെ വെട്ടിക്കൊലപ്പെടുത്തി. 6 ഇരുചക്രവാഹനങ്ങളിലായി എത്തിയ 12 അംഗ കൊലയാളി സംഘത്തിന്റെ CCTV ദൃശ്യങ്ങൾ അന്ന് തന്നെ പോലീസിന് ലഭിക്കുന്നു. ഡിസംബർ 22 ആലപ്പുഴ DYSP NR ജയരാജന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. 2022 മാർച്ച് 18 കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 12 പ്രതികളും പ്രധാന ഗൂഢാലോചനയിൽ പങ്കെടുത്ത 3 പ്രതികളും ഉൾപ്പെടെ 15 പ്രതികൾക്കെതിരെ ആലപ്പുഴ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. ഏപ്രിൽ 23 അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കലിനെ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി സർക്കാർ നിയമിച്ചു. ഏപ്രിൽ 26 കേസ് ആലപ്പുഴ സെഷൻസ് കോടതിയിലേക്ക് മാറ്റിയെങ്കിലും പ്രതികളുടെ ആവശ്യത്തെ തുടർന്ന് ഒക്ടോബർ 10 കേസ് മാവേലിക്കര സെഷൻസ് കോടതിയിലേക്ക് മാറ്റി. ഡിസംബർ 16 കുറ്റപത്രം വായിച്ചു. 2023 ജനുവരി 16 വിചാരണ ഫെബ്രുവരി 16 മുതൽ തുടങ്ങാൻ മാവേലിക്കര സെഷൻസ് ജഡ്ജി VG ശ്രീദേവി ഉത്തരവിട്ടു. ഫെബ്രുവരി 16 പ്രതികൾക്ക് അഭിഭാഷകരെ നിയോഗിക്കാൻ സമയം ആവശ്യപ്പെടുന്നു. സാക്ഷിവിസ്താരം മാർച്ച് 1 തുടങ്ങാനും കോടതി തീരുമാനിച്ചു. എന്നാൽ പ്രതികൾ വിചാരണ സ്റ്റേ ചെയ്യാനായി ഹൈക്കോടതിയെ സമീപിച്ചു. മാർച്ച് 1 വിചാരണ നടപടികൾ 15 ദിവസത്തേക്ക് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഏപ്രിൽ 17 ശക്തമായ പോലീസ് സുരക്ഷയിൽ സാക്ഷിവിസ്താരം ആരംഭിച്ചു. മെയ് 5 ഹൈക്കോടതി വിചാരണ നടപടികൾ 1 മാസത്തേക്ക് കൂടി സ്റ്റേ ചെയ്തു. ജൂൺ 24 വീണ്ടും കോടതി മാറ്റം ആവശ്യപ്പെട്ട് പ്രതികൾ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളിയതിനെ തുടർന്ന് ജൂലൈ 12 മുതൽ സാക്ഷിവിസ്താരം പുനരാരംഭിക്കാൻ കോടതി ഉത്തരവിട്ടു. ഒക്ടോബർ 13 പ്രതികളെ കോടതി ചോദ്യം ചെയ്തു. 6000-ഓളം പേജുകളിലായി വിവരങ്ങൾ രേഖപ്പെടുത്തി. ഡിസംബർ 15 കേസിൽ അന്തിമവാദം പൂർത്തിയായി. 2024 ജനുവരി 20 കേസിൽ മുഴുവൻ പ്രതികളും കുറ്റക്കാരാണെന്ന് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി VG ശ്രീദേവി കണ്ടെത്തി. ജനം, ആലപ്പുഴ.